നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശരീരത്തിലെ കാൽസ്യം ലെവൽ കുറവായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് എല്ലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്ക്, എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഇതിനൊപ്പം തന്നെ ശരീരത്തിലെ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളിലൂടെ, ഇൻഫ്ലമേഷൻ കണ്ടീഷൻസിലൂടെ പോകുന്നവർക്കൊക്കെ തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു പ്രശ്നങ്ങൾ, എല്ലുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അമിതമായിട്ട് കാണപ്പെടുന്നതാണ്. ഒപ്പം തന്നെ വിറ്റമിൻ ഡിയുടെ കുറവും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? പല സപ്ലിമെന്റ്സുകളുടെയും സഹായം ഒരുപക്ഷെ നിങ്ങൾ തേടുന്നുണ്ടാവും. എന്നാലും ഇതിൽ നിന്നും ഒന്ന് ഒരു മുക്തി നേടാൻ, അല്ലെങ്കിൽ എപ്പോഴും മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മരുന്നുകൾക്ക് പകരമായിട്ട് നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ ആഹാര ഭക്ഷണ രീതികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള ആഹാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും ഇതിന്റെ അളവുകൾ എത്രത്തോളമാണെന്നുള്ളതും, ആരൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ ആഹാരം താമര വിത്തുകള്, ലോട്ടസ് സീഡ്, മഖാന തുടങ്ങിയ പേരുകളിലൊക്കെ തന്നെ അറിയപ്പെടാറുണ്ട്. ഇത് ആയുർവേദത്തിലും പോഷകാഹാര ശാസ്ത്രത്തിലും ഒന്നാമതാണ്. കൂടാതെ ആന്റി ഓക്സിഡന്റുകളുടെ കലവറ തന്നെയാണ്. പ്രധാനമായിട്ടും ഫ്ലവനോയ്ഡ് പോലെയുള്ള ആന്റി ഓക്സിഡന്റുകളൊക്കെ തന്നെ സമൃദ്ധമായിട്ടുള്ളതിനാൽ കോശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇതിനൊപ്പം തന്നെ വാർദ്ധക്യം തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇവയിലുള്ള ഉയർന്ന അളവിലുള്ള കാൽസ്യം കണ്ടന്റ് എല്ലുകളിലെ ബലക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ടും എല്ലുകൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ടും സഹായകരമാവുകയും എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്നതാണ്. മറ്റു പല ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. അതിനൊപ്പം തന്നെ രക്തസമ്മർദ്ദം ഉയരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതിന് കാരണം ഇവയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവുകൾ തന്നെയാണ്. ഇത് ഒരു ലോ കലോറി ആയിട്ടുള്ള ഭക്ഷണമാണ്. ഒപ്പം തന്നെ ഫൈബർ കണ്ടന്റ് ഉയർന്ന അളവിലുള്ളതിനാൽ അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ദീർഘനേരം വിശപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവ കഴിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഇവയിൽ കുറവാണ്. അതായത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവായിട്ടാണ് വരുന്നത്. ഉയർത്താതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് അവരുടെ ഭക്ഷണത്തിൽ ധൈര്യമായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കണ്ടീഷൻസുകളിലൂടെ കടന്നു പോകുന്നവർക്കും ഇവ ഉപയോഗപ്പെടുത്തുന്നതും ഗുണകരമാണ്. ഏത് രീതികളിലൊക്കെയാണ് നമുക്ക് താമര വിത്തുകളെ കഴിക്കാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സ്നാക്സ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏകദേശം 10 അല്ലെങ്കിൽ 15 എണ്ണം നമുക്ക് ഒരു നേരമായിട്ടുള്ള രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഈ ഒരു താമര വിത്തുകൾ വറുത്തെടുക്കേണ്ടതാണ്. അതിനാവശ്യമായിട്ടുള്ള നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെയ്യാണെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ അളവായിട്ടുള്ള നെയ്യ് നമ്മൾ ചീൻചട്ടിയിൽ ഒഴിച്ച് അതിനകത്തേക്ക് ഈ ഒരു താമര വിത്തുകളും കൂടി ചേർത്ത് വറുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മേമ്പൊടിയായിട്ട് ചേർത്തതിന് ശേഷം 4 മണി സമയത്തോ 11 മണി സമയത്തോ കഴിക്കുന്നത് ഗുണകരമാണ്. എല്ലാ തരത്തിലുള്ള ഈ ഒരു താമര വിത്തുകളുടെ എല്ലാ തരത്തിലുള്ള പോഷക ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉയർന്ന അളവിലെ കാൽസ്യവും വിറ്റമിൻ ഡിയും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും നമുക്ക് കഴിക്കാൻ കഴിയുന്ന മറ്റൊരു രീതിയുണ്ട്. പാലിൽ ചേർത്ത് കഴിക്കേണ്ട ഒരു രീതിയാണ്. ഇതിനു വേണ്ടിയിട്ട് 1 ഗ്ലാസ് പാല് ചൂടാക്കാം. പാല് ചൂടായി വരുന്ന സമയത്തേക്ക് താമര വിത്തുകൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചു വെക്കുക. ഇതിൽ നിന്നും 2 സ്പൂൺ അളവായിട്ടുള്ള പൊടിയാണ്, താമര വിത്തുകളുടെ പൊടിയാണ് പാലിനകത്തേക്ക് ഇടേണ്ടത്. അതുപോലെ തന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കി മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടമോ ഇല്ലെങ്കിൽ ശർക്കരയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രമേഹ രോഗികളാണെങ്കിൽ മധുരം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് 1/4 മണിക്കൂർ മുന്നേ ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഉറക്കത്തിനെ ബാലൻസ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടും അതിനൊപ്പം തന്നെ വേദനകളും നീർക്കെട്ടുകളും എല്ലുകൾക്ക് ബലക്കുറവുള്ളവർക്കും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ആശാലയാണ്. ആയുർവേദത്തിലും നാടൻ ചികിത്സയിലും ഒക്കെ തന്നെ വളരെയേറെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു വിത്ത് തന്നെയാണ്. ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും കലവറ തന്നെയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. കൂടാതെ ഇത് നമ്മുടെ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും ഉയർന്ന അളവിൽ കാൽസ്യം ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും സന്ധിവാതം പോലുള്ള കണ്ടീഷൻസുകളിൽ വളരെ ഗുണവത്തായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. കർക്കിടക കഞ്ഞിക്കൂട്ടിൽ പ്രധാന ഒരു ചേരുവയായിട്ട് തന്നെ നമ്മൾ ആശാലയെ ഉൾപ്പെടുത്തുന്നതാണ്. അതിന് കാരണം തന്നെ ശരീരത്തിലെ നീർക്കെട്ടും വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ടും ഈ വിത്തുകൾക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ഏത് രീതികളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കാം.
1 സ്പൂൺ അളവായിട്ടുള്ള ആശാലി 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കുതിർത്ത് കഴിക്കുന്നതാണ് അത് ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. ഇങ്ങനെ 1-2 മണിക്കൂറിന് ശേഷം ഇത് നമ്മൾ പാലിനൊപ്പം ചേർത്തിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. കാരണം ആശാലി കുറച്ച് ഉഷ്ണവീര്യം ഉള്ളതാണ്, അതായത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചൂട് അമിതമാക്കാൻ വേണ്ടി കാരണമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഴക്കാല സമയത്തും തണുപ്പുള്ള സമയങ്ങളിലും ആശാലിനെ ഉപയോഗപ്പെടുത്തുന്നത് കൂടുതൽ ഗുണകരമാണ്. ഈ ഒരു അമിതമായിട്ടുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിനെ ആശ്രയിക്കുന്നതും അതിനൊപ്പം തന്നെ കാൽസ്യം കണ്ടന്റും ഇതിനൊപ്പം തന്നെ ലഭിക്കുന്നതുമാണ്. അപ്പോൾ 1 ഗ്ലാസ് അളവായിട്ടുള്ള പാല് ചൂടാക്കുന്ന സമയത്തേക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ആശാലി പാലിനകത്തേക്ക് ചേർക്കേണ്ടതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. 1-2 മിനിറ്റ് സമയത്തേക്ക് തിളച്ചതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടവും ചേർത്തിട്ട് നമ്മൾ കുടിക്കുന്നത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ പാല് ചെന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിൽ 11 മണി സമയത്തോ ഇല്ലെന്നുണ്ടെങ്കിൽ 4 മണി സമയത്തോ കുടിക്കുന്നത് ഗുണകരമായിട്ടുള്ളതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കാൽസ്യം കണ്ടന്റ് കൂട്ടാൻ സഹായകരമാകുന്ന ഒരു രീതിയാണ്. ഇനി അവസാനമായിട്ട് വരുന്ന ആഹാരം എന്ന് പറയുന്നത് റാഗിയാണ്. കാൽസ്യത്തിന്റെ കാര്യത്തിൽ മറ്റെല്ലാ ധാന്യങ്ങളെയും പിന്നിലാക്കുന്നതാണ്. ഉയർന്ന അളവിലുള്ള കാൽസ്യം കണ്ടന്റും ഇരുമ്പ് സത്തും ഇതിനെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവിന്റെ പ്രശ്നങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ HP ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും അതിനൊപ്പം തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും വളർന്നു വരുന്ന പ്രായത്തിലും പ്രായമേറിയ കാലഘട്ടത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓസ്റ്റിയോപൊറോസിസ് കണ്ടീഷൻസ്, നാഡീവീക്കത്തിന്റെ പ്രശ്നങ്ങൾ, മസിൽ വേദന, സന്ധി വേദന തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒപ്പം തന്നെ അമിതഭാരത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. കൂടുതലും ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്, അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്താതിരിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹൃദയ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റാഗി എന്നുള്ളത്. റാഗി പല വ്യത്യസ്ത രീതികളിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. റാഗി ദോശ, പുട്ട്, ഇഡലി, ഉപ്പുമാവ് മുതലായിട്ടുള്ള പല വ്യത്യസ്ത രീതികളിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. കൂടാതെ റാഗി കുറുക്കായിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതും കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കാൽസ്യം ലെവൽ ഉയർത്താനും അതുപോലെ ഇരുമ്പ് സത്ത് കൂട്ടാൻ വേണ്ടിയും സഹായകരമാകുന്നത് തന്നെയാണ്. എന്നാൽ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജ്യൂസ് ഫോം അല്ലെങ്കിൽ സ്മൂത്തി ഫോം ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഏകദേശം 2 സ്പൂൺ അളവായിട്ടുള്ള റാഗി എടുക്കുക. 1/2 ഗ്ലാസ് പാലിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ റാഗി പൗഡറും കൂടി ഇട്ടിട്ട് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി കുറുക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് കുറുകിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്താറിയതിനു ശേഷം ഈ ഒരു റാഗിയുടെ ചേരുവ നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടണം. എന്നിട്ട് അതിനകത്തേക്ക് പഴുത്ത ഒരു റോബസ്റ്റ പഴം ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന്, അതായത് 1/2 ഗ്ലാസ് അളവായിട്ടുള്ള പാല് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. ഈ ഒരു ജ്യൂസ് ഫോം ആക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള പാല് ചേർക്കേണ്ടതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുള്ള ഈന്തപ്പഴമോ ഇല്ലെന്നുണ്ടെങ്കിൽ അത്തിപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തിപ്പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ചേരുവയായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കാം. മറ്റ് എക്സ്ട്രാ ആയിട്ടുള്ള മധുരമൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഗുണവത്താണ്. കാരണം ഈ പഴത്തിലുള്ള പൊട്ടാസ്യം കണ്ടന്റ് ലഭിക്കുന്നതാണ്, അതുപോലെ ഇരുമ്പ് സത്ത് ലഭിക്കുന്നതാണ്, ഫൈബർ കണ്ടന്റ് ഇതിൽ ഉയർന്ന അളവിലുണ്ട്. എല്ലാം കൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊരു നേരത്തേക്ക് കഴിക്കുന്നത് ഗുണകരമാണ്. വളരെ എളുപ്പത്തിലും ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രായത്തിലുള്ളവർക്കും ഈ ഒരു രീതിയിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്മൂത്തി രീതിയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. മേൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കണം എന്നുള്ളതല്ല, ആഴ്ചയിൽ 2-3 തവണയായിട്ട് മാറ്റി മാറ്റി ഉപയോഗപ്പെടുത്തുക. ഭക്ഷണത്തിലൂടെയും നമുക്ക് ആരോഗ്യത്തിന് നിലനിർത്താൻ കഴിയുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണുന്നത് വരെ നന്ദി.